സനീഷ, ഇതിപ്പോൾ പല വിഷയങ്ങൾ ഏറെയുണ്ട്. പക്ഷേ എന്താണ് ത്രിഭാഷാ തർക്കം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. അത് കേന്ദ്രവും തമിഴ്നാടും തമ്മിലുള്ള ഒരു തർക്കം എന്നതിനേക്കാൾ ദക്ഷിണേന്ത്യയും കേന്ദ്രവും തമ്മിലുള്ള ഒരു തർക്കം എന്ന നിലയിലേക്കൊക്കെ വളരാൻ സാധ്യതയുണ്ട് എന്ന നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ വിലയിരുത്തപ്പെട്ടു പോകുന്നു. എന്താണ് ഈ ത്രിഭാഷാ തർക്കം എന്നത് നമുക്ക് വളരെ വേഗത്തിൽ പരിശോധിക്കാം. തമിഴ്നാട് പിന്തുടരുന്നത് യഥാർത്ഥത്തിൽ ദ്വിഭാഷാ നയമാണ്. ആ ദ്വിഭാഷാ നയം തമിഴ് പിന്തുടരുന്നത് ഇംഗ്ലീഷും തമിഴും പഠിക്കുക എന്ന നിലയ്ക്കാണ്. അവരുടെ മുഖ്യഭാഷയായ തമിഴും ഇംഗ്ലീഷ് രണ്ടാമത്തെ ഭാഷയുമായി പഠിക്കുക. NEP പ്രകാരം ഹിന്ദി കൂടി പഠിപ്പിക്കണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത്. എന്തു വന്നാലും ഹിന്ദി പഠിപ്പിക്കില്ല എന്ന് തമിഴ്നാടും പറയുന്നുണ്ട്. കാരണം അത് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണെന്ന്. വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ ഹിന്ദി അനിവാര്യമാണ് എന്ന് ആണ് പറയുന്നത് കേന്ദ്രം. നടപ്പാക്കിയില്ലെങ്കിൽ കേന്ദ്ര വിഹിതം തടഞ്ഞു വയ്ക്കുമെന്നുള്ള ഭീഷണിയും കേന്ദ്രം മുഴക്കുന്നു. അത് വെറുതെ പറയുന്നതല്ല, അത് കേന്ദ്രം തമിഴ്നാടിന് കൊടുക്കാതെ ഇരിക്കുന്നു. ഹിന്ദി പഠിപ്പിക്കാൻ തയ്യാറായ സംസ്ഥാനങ്ങൾക്ക് മാത്രമേ അത് കൊടുക്കുന്നു എന്നുള്ള സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട്. മറ്റൊന്ന്, തമിഴ്നാടിൻ്റെ ഈ കാര്യത്തിലെ വാദങ്ങൾ എന്തെല്ലാമാണ് എന്നതാണ്. ഇക്കാര്യത്തിൽ തമിഴ്നാട് ഉറച്ച ഒരു നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. എന്തെല്ലാമാണ് ആ വാദങ്ങൾ എന്നത് നമുക്ക് നോക്കാം. തമിഴും ഇംഗ്ലീഷും അല്ലാതെ മൂന്നാമതൊരു ഭാഷ പഠിപ്പിക്കാൻ എന്തായാലും തമിഴ്നാട് ഇപ്പോൾ തൽക്കാലം തയ്യാറല്ല. ഹിന്ദി പിൻവാതിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത്. ഇത് ഇപ്പോഴത്തെ വാദമൊന്നുമല്ല. അങ്ങ് 1965 വലിയ പ്രക്ഷോഭത്തിൻ്റെ കാലം മുതൽ ഈ വാദമാണുള്ളത്. ഹിന്ദി നിർബന്ധമാക്കിയാൽ വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ അകലും എന്നും തമിഴ്നാട് പറയുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വയ്ക്കുന്നത് പിന്തിരിപ്പൻ നയങ്ങളാണ് എന്നുള്ള ആരോപണം കൂടി തമിഴ്നാട് ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഈ കാര്യത്തിലെ വാദങ്ങൾ എന്താണെന്ന് കൂടി നമുക്ക് വേഗത്തിൽ പരിശോധിക്കാം. കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ഉന്നയിക്കുന്നത് പ്രധാനപ്പെട്ട വാദം ഈ ത്രിഭാഷ പദ്ധതി നടപ്പാക്കുക എന്നത് തന്നെയാണ്. അതുതന്നെയാണ് കേന്ദ്ര നയമായി ഇപ്പോൾ മുന്നിലുള്ളത്. ഹിന്ദി കൂടി പഠിച്ചാലേ വിദ്യാഭ്യാസ നിലവാരം ഉയരൂ എന്ന വാദം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. കേരളമടക്കം ഹിന്ദി പഠിപ്പിക്കാനുള്ള നടപടികളിലേക്ക് പോയി. തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കരുത് എന്നാണ് കേന്ദ്രം പറയുന്നത്. ഹിന്ദി കൂടി പഠിക്കണം എന്ന്. DMK സർക്കാർ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന ആരോപണമാണ് കേന്ദ്രം ഇക്കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ഈ സമരത്തിൻ്റെ ഒരു ചരിത്രത്തിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്. തമിഴ്നാടിന് ഇതുകൊണ്ട് എന്ത് നഷ്ടമുണ്ടായി എന്നത് പരിശോധിക്കാം. സമഗ്ര ശിക്ഷാ അഭിയാനിൽ തമിഴ്നാടിന് നഷ്ടമായത് 2152 കോടി രൂപയാണ്. ചെറിയ തുകയൊന്നുമല്ല. ഇവിടെ നമ്മൾ ആശാ വർക്കർമാരുടെ സമരത്തിൽ 100 കോടി കിട്ടാത്തതിൻ്റെ കണക്കുറവാണ്. അവിടെ 2000 കോടി പോയി. 10,000 കോടി ആണ്. അതോടൊപ്പം നടപ്പാക്കിയാൽ തമിഴ്നാടിന് 2000 വർഷം തമിഴ്നാട് ഇത് പിന്നോട്ടടിക്കും എന്നുള്ളതാണ് തമിഴ്നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാദം. ത്രിഭാഷാ നയത്തിനെതിരെ ഭാഷാ യുദ്ധത്തിന് തമിഴ്നാട് ഒരുങ്ങിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മുന്നിലുള്ള സാഹചര്യം. എല്ലാ നേതാക്കന്മാരുടെയും വാദങ്ങൾ ആ നിലയ്ക്കാണ്. ഇപ്പോൾ പുതിയ രാഷ്ട്രീയ കക്ഷിയുമായി വന്നിരിക്കുന്ന വിജയ് അടക്കം അത് പറയുന്നു. കേന്ദ്ര നയം ന്യായമാണോ എന്നത് നമുക്ക് പരിശോധിക്കാം. തമിഴ്നാട് വിദ്യാഭ്യാസ രംഗത്ത് മറ്റു സംസ്ഥാനങ്ങൾക്ക് പല സംസ്ഥാനങ്ങൾക്കും മുന്നിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തമിഴ്നാട് ആവർത്തിച്ചത് അവതരിപ്പിക്കുന്നുമുണ്ട്. തമിഴ്നാട് മറ്റ് ഇപ്പോൾ ഉത്തർപ്രദേശ് അടക്കമുള്ള മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ ഏറെ മുന്നിലാണല്ലോ. NEP സ്വീകരിക്കാത്തത് കൊണ്ട് കേന്ദ്ര സഹായം നിർത്താനാകില്ല എന്ന് തമിഴ്നാട് ആവർത്തിച്ച് പറയുന്നു. ഹിന്ദി നിർബന്ധമായും പഠിക്കണമെന്ന് NEP പറയുന്നില്ല എന്നതുകൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഹിന്ദി നിർബന്ധമായും പഠിക്കണം എന്നുള്ളത് കേന്ദ്രവാദമായി NEP തന്നെ ചൂണ്ടിക്കാട്ടി അവർ ആവർത്തിക്കുന്നുമുണ്ട് എന്നതാണ് സാഹചര്യം. ഹിന്ദി വിഴുങ്ങിയ ഭാഷകൾ ഏതെല്ലാമാണ്? യഥാർത്ഥത്തിൽ ഇന്ത്യൻ സാഹചര്യം എന്താണെന്ന് കൂടി പരിശോധിക്കണമല്ലോ. മൈഥിലി, അവധ്, ബ്രജ്, ഗഡ്വാളി, കുമയോണി തുടങ്ങി മാർവാടി, മാൾവി, ഛത്തീസ്ഗഡി, സന്താളി തുടങ്ങിയ 25 ഭാഷകളാണ് ഇന്ത്യയിൽ ഇല്ലാതായത്. എങ്ങനെയാണ്? അത് ഹിന്ദി അധിനിവേശത്തിലൂടെ തന്നെയാണ് ഇല്ലാതായത്. ഈ വാദം തന്നെയാണ് തമിഴ്നാട് ആവർത്തിച്ച് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സാഹചര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമെന്ന്. ഈ മാർവാടിയും മൈഥിലിയും ബ്രിഡ്ജും ഒക്കെ നിങ്ങളുടെ ഭാഷകൾ എവിടെ പോയി എന്ന് സ്റ്റാലിൻ തന്നെ ചോദിക്കുകയാണ് ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളോട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. UPയും ബീഹാറും ഒന്നും ഹിന്ദി ഹൃദയഭൂമി അല്ല എന്ന വാദവും തമിഴ്നാട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ കുറേ യാഥാർത്ഥ്യമുണ്ട്. പിന്നീട് ഹിന്ദി വരികയായിരുന്നു. മൂന്നാം ഭാഷ നിർദ്ദേശം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നതല്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ ഘട്ടത്തിലുണ്ട്. അത് മുമ്പേ നിലവിലുള്ളതാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സമിതി 1948 വിഷയം പഠിച്ച് അതേ തുടർന്ന് HSS സർവകലാശാല തലത്തിൽ ഹിന്ദി അടക്കം 3 ഭാഷകൾ പഠിക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. അന്നും സമരമുണ്ടായി കേട്ടോ. ഇംഗ്ലീഷ് ഘട്ടം ഘട്ടമായി ഉപേക്ഷിച്ച് ഹിന്ദി ഫെഡറൽ ഭാഷയാക്കണമെന്നുള്ള നിർദ്ദേശം കൂടി വന്നിരുന്നു. 1965 ഹിന്ദി പ്രധാന ഭാഷയാക്കണമെന്ന് കൊത്താരി കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി.
64 അതിൻ്റെ വലിയ പ്രക്ഷോഭത്തിലേക്ക് പിന്നീട് കടക്കുകയാണ്. 1960, 1980 ഈ കാലത്ത് NEP-യിൽ ചേർക്കുന്ന സാഹചര്യം കൂടിയുണ്ടായി. 1948-ലും 58-ലും 65-ലും ഒക്കെ സമരമുണ്ടായ കാലം കൂടി ഇതോട് നമ്മൾ ചേർത്ത് വായിക്കണം. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം എന്താണ് എന്നത് കൂടി നമുക്ക് വേഗത്തിൽ പരിശോധിച്ചു പോകാം. NEP 2020 പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ മൂന്നാമത്തെ വിദ്യാഭ്യാസ നയമാണത്. അത് പറയുന്നത് ഒന്നാം ഭാഷയായി മാതൃഭാഷ തന്നെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. മലയാളിക്ക് മലയാളം തിരഞ്ഞെടുക്കാം, തമിഴ് തിരഞ്ഞെടുക്കാം. എന്നാൽ 2020-ൻ്റെ NEP 2020-ൻ്റെ 54-ാം പേജിൽ പറയുന്ന ഇതിനനുസരിച്ച് ത്രിഭാഷാ നയം തുടരും, പക്ഷേ ഹിന്ദി നിർബന്ധം എന്ന നിബന്ധന ഇല്ല എന്നതുകൂടി പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ഭാഷയും ആർക്കെതിരെയും അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനം ഉണ്ടാവില്ല എന്നുകൂടി ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് ഇങ്ങനെ നിർബന്ധമായി നടപ്പാക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് എന്നതാണ് ചോദ്യം. ബഹുഭാഷാ പരിജ്ഞാനം ഉണ്ടാക്കിയെടുക്കാനാണ് ത്രിഭാഷാ നയം എന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നത്. ഏത് ഭാഷ തിരഞ്ഞെടുക്കണമെന്ന് അതത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം എന്നുള്ള കാര്യവും ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നുണ്ട്. എന്നിട്ടും വളഞ്ഞ വഴിയിലൂടെ ഹിന്ദിയെ അടിച്ചേൽപ്പിക്കുന്നു എന്നതാണ് തമിഴ്നാടിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. അതാണ് ഇതെല്ലാം ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നുണ്ട്. എന്നിട്ടും ഈ ഫണ്ട് പിടിച്ചു വച്ചിരിക്കുന്നു. 37-ൽ C. രാജഗോപാലാചാരി മദ്രാസ് പ്രസിഡൻസിയിൽ പണ്ട് ഹിന്ദി നിർബന്ധമാക്കിയിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. ബ്രിട്ടീഷ് കാലത്ത് അന്നേ തമിഴകം അതിനെ ചെറുത്തതാണ്, അന്നേ പ്രക്ഷോഭം ഉണ്ടായതാണ്. അതിനെ ജസ്റ്റിസ് പാർട്ടിയാണെന്ന് ശക്തമായി എതിരിട്ടത്. അന്ന് ജസ്റ്റിസ് പാർട്ടി അന്ന് ഈ തമിഴ് ഭാഷാവാദം മാത്രമല്ല മറ്റ് പല വിഷയങ്ങളും മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ ഈ പ്രക്ഷോഭത്തിൽ തലമുത്തു, നടരാജൻ എന്നിങ്ങനെ 2 യുവാക്കൾ രക്തസാക്ഷികളാവുകയും ചെയ്തു. അന്ന് മുതൽ ഇതൊരു വലിയ വൈകാരിക പ്രശ്നമായി, ഒരു ഐഡിയോളജിക്കൽ പ്രശ്നമായി കൂടി, ദ്രവിഡിയൻ ഐഡിയോളജിക്കൽ പ്രശ്നമായി കൂടി നിലനിന്നു എന്നുള്ളതാണ്. രാജഗോപാലി ആചാരി അന്ന് രാജിവെച്ചു. ബ്രിട്ടീഷ് സർക്കാർ ഉത്തരവ് പിന്നീട് പിൻവലിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് അന്ന് ഉണ്ടായ സാഹചര്യം മുമ്പ്. പക്ഷേ പിന്നീട് 65-ലെ ഭാഷാ സ്വാഭിമാന സമരത്തിലേക്ക് നമ്മൾ വന്നാൽ ഏറ്റവും വലിയ പ്രക്ഷോഭം കണ്ടത് അന്നാണ്. 1965-ഓടെ വലിയ പ്രക്ഷോഭത്തിലേക്ക് പിന്നീട് പോവുകയും ചെയ്തു. അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ 48-ലുള്ള ആലോചനയുടെ തുടർച്ചയിൽ 65 ആകുമ്പോഴേക്ക് ഈ ഹിന്ദി ഔദ്യോഗിക ഭാഷയായി സമ്പൂർണ്ണമായി നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക്, ഏക ഔദ്യോഗിക ഭാഷയായി നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുമ്പോഴാണ് അന്ന് വലിയ പ്രക്ഷോഭത്തിലേക്ക് പോയത്. പലയിടത്തും പ്രക്ഷോഭമുണ്ടായി. പക്ഷേ തമിഴ്നാട്ടിലെ പ്രക്ഷോഭം വളരെ വലുതായിരുന്നു. ഹിന്ദിയേതര സംസ്ഥാനങ്ങളിലെല്ലാം പ്രക്ഷോഭമുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട കാരണം ഹിന്ദിവാദികൾ അന്ന് അതിശക്തമായാണ് ഈ വാദങ്ങളൊക്കെ ഉന്നയിച്ചത് എന്നതാണ്. തമിഴ്നാട്ടിൽ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തുകയായിരുന്നു. അന്ന് അനൗദ്യോഗിക കണക്ക് പ്രകാരം 100 കണക്കിന് ആളുകൾ അവിടെ മരിച്ചു. ഈ പ്രക്ഷോഭത്തിൽ പലതരത്തിൽ പോലീസിൻ്റെ അതിക്രമത്തിലുമൊക്കെ കൊല്ലപ്പെട്ടു, ആത്മഹത്യകളുണ്ടായി എന്നതൊക്കെയാണ് പറയുന്നത്. ഏതാണ്ട് 70ഓളം പേർ മരിച്ചു എന്നുള്ളത്, പോലീസ് വെടിവെപ്പിലും സ്വയം തീ കൊളുത്തിയും മരിച്ചു എന്നുള്ളത് ഔദ്യോഗിക കണക്കായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സാഹചര്യം. ഇപ്പോൾ ഈ 500 പേരെങ്കിലും ആ സമരത്തിൽ മരിച്ചു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വൈകാരികമായ ഒരു വിഷയമായി തമിഴ്നാട് മാറിക്കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് നോക്കാം. 67-ലെ ഔദ്യോഗിക ഭാഷാ നിയമത്തിൽ പിന്നെയും പ്രക്ഷോഭമൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് ഈ സമ്പൂർണ്ണമായി ഇതൊരു ഔദ്യോഗിക ഭാഷ എന്ന നിലയ്ക്ക് ഹിന്ദി മാത്രം എന്നുള്ള സാഹചര്യം ഉണ്ടാവേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാരും എത്തുന്നത്. നെഹ്റു ഒരു കാര്യം പറഞ്ഞിരുന്നത് അതായത് സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം ഇത് പിന്നീട് നടപ്പാക്കിയാൽ മതി എന്നൊരു ഘട്ടത്തിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി. അത് പറയാനുള്ള കാരണം ഈ അന്ന് ഇപ്പോൾ തമിഴ് ഭാഷാവാദം എന്ന് പറയുന്നത് പോലെ അന്ന് ഹിന്ദി ഭാഷാ തീവ്രവാദം തന്നെ ആ നിലയ്ക്കുണ്ടായിരുന്നു. രാജ്യസഭയിലൊക്കെയുള്ള ഈ ഹിന്ദി ഭാഷാവാദികളുടെ പ്രസംഗമൊക്കെ കേട്ടിട്ട് ഞെട്ടിയിട്ടാണ് നെഹ്റു തന്നെ ഇത് സംസ്ഥാനം നടപ്പാക്കിക്കോട്ടെ, സംസ്ഥാനത്തിൻ്റെ താല്പര്യപ്രകാരമെന്ന് അക്കാലത്ത് പറഞ്ഞത് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ചരിത്രം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ഭാവി എന്താവും, എന്താണ് ഇതിലുള്ള സനീഷിൻ്റെ ടേക്ക്? ഇതിപ്പോൾ നമ്മുടെ കർഷകർ ഈ പ്രസൻറ്റേഷനിൽ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്ന സമ്പൂർണ്ണമായിട്ടുള്ള പ്രസൻറ്റേഷനാണ് നടന്നത്. അതിനകത്ത് നമ്മൾ കാണുന്നത് ആദ്യ സമയത്ത് 70 ആളുകൾ എന്ന് ഔദ്യോഗികമായിട്ട് കണക്കുള്ള മരണം, രക്തസാക്ഷിത്വം, ഭാഷയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം, ഏതാണ്ട് 500ഓളം ആളുകൾ മരിച്ചിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് തമിഴ്നാട് രാഷ്ട്രീയം കളിക്കുകയാണ്, തമിഴ്നാടിൻ്റെ ഈ പറയുന്ന ഭാഷാ തീവ്രവാദമാണ് എന്നൊക്കെ തമിഴ്നാടിനെ എതിർക്കുന്ന ആളുകൾ, ധർമ്മേന്ദ്ര പ്രധാന പോലുള്ള ആളുകൾ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഭാഷാ തീവ്രവാദമല്ല, ഭാഷാ സ്നേഹം കൊണ്ടാണ് എന്നാണ് അവർ പറയുക. ഇതിന് പിന്നിലെ രാഷ്ട്രീയം അവർ കാണുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്നു എന്നാണ്. അതായത് അവിടെ തമിഴ് മാത്രമേ പഠിക്കാവൂ എന്നല്ല തമിഴ്നാട് കുട്ടികളോട് പറയുന്നത്, ഇംഗ്ലീഷ് അവർക്ക് പഠിക്കാം. സ്റ്റാലിൻ, MK സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും മറ്റ് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പാർട്ടിക്കാർ ഇവിടെ മലയാളത്തിൽ, കേരളത്തിൽ ഓണം ഉണ്ടാകുമ്പോൾ ഫേസ്ബുക്കിൽ മലയാളത്തിലാണ് പോസ്റ്റ് ഇടുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് മറ്റു ഭാഷകളോടാകെ അവരുടെ ഉണ്ട് എന്നല്ല അർത്ഥം, അവർ ഇംഗ്ലീഷ് പഠിക്കാൻ തയ്യാറാണ്. പക്ഷേ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ ഹിന്ദി വെച്ചൊരു രാഷ്ട്രീയം കളിക്കുക
എന്ന പരിപാടിയിലേക്ക് പോകുമ്പോൾ ആ രാഷ്ട്രീയത്തെ എതിർത്ത് തോൽപ്പിക്കാൻ ഞങ്ങളുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതായത് അതോടൊപ്പം നമ്മൾ ചേർത്ത് നോക്കേണ്ട ഒരു കാര്യം ഹർഷൻ, ഇത് NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഈ ത്രിഭാഷാ നയം എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നിടത്ത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അതിനകത്തുള്ളത് ഹിന്ദി ബെൽറ്റിലെ സംസ്ഥാനങ്ങളിൽ ഈ 3 ഭാഷകളിൽ ഒന്ന് ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ ഒന്നായിരിക്കണം, അത് പരിഗണിക്കണം എന്നുകൂടി എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ മലയാളം, തമിഴ്, കന്നഡ തുടങ്ങിയ ഭാഷകളിൽ ഏതെങ്കിലും ഒന്ന്, ആന്ധ്രയിലെ ഭാഷ എന്നിവ, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിൽ ഏതെങ്കിലും ഒന്നുകൂടെ നിങ്ങൾ ഹിന്ദി ബെൽറ്റിലെ സംസ്ഥാനങ്ങൾ പഠിപ്പിക്കണം. കാരണം അവിടെ ഹിന്ദി എന്നത് അവരുടെ മാതൃഭാഷ കൂടിയാണല്ലോ. എന്ന് വെച്ചാൽ അത് ഹിന്ദി, അപ്പോൾ ഇംഗ്ലീഷ് മറ്റൊന്ന്, ഒരു 3-ാം ഭാഷ കൂടെ പഠിപ്പിക്കാവുന്നതാണല്ലോ ത്രിഭാഷാ നയം. ആ ത്രിഭാഷാ നയത്തിൽ ഇന്ത്യയുടെ വിശാലമായിട്ടുള്ള ഈ ചുറ്റുപാടുകളെ അറിയാൻ ഹിന്ദി ബെൽറ്റിലെ ഒരു കുട്ടി സ്വാഭാവികമായിട്ടും ഒരു ദക്ഷിണേന്ത്യൻ ഭാഷ കൂടെ, മലയാളമോ തമിഴോ തെലുങ്കോ പഠിക്കണം, കന്നഡയോ കൂടെ പഠിക്കണം എന്ന് കൂടി എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അത് എവിടെയെങ്കിലും ഏതെങ്കിലും സംസ്ഥാനം നടപ്പാക്കുന്നുണ്ടോ? ഇല്ല. തമിഴോ മലയാളമോ ഉത്തർപ്രദേശുകാരന് അറിയില്ല. ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അറിയാമായിരിക്കും, തമിഴ്നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ആ കാര്യം, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലുള്ള ആ ഒരു സംഗതി നടപ്പാക്കുന്നേ ഇല്ല എന്ന് മാത്രമല്ല, ഹിന്ദി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെന്ന് പഠിപ്പിക്കാനായിട്ട് 50 കോടി രൂപ ഈ കേന്ദ്ര സർക്കാർ ബജറ്റിൽ വകയിരുത്തി വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ത്രിഭാഷാ നയത്തിൻ്റെ ഭാഗമായിട്ട് ഹിന്ദി നമ്മുടേതുപോലുള്ള സംസ്ഥാനങ്ങളിൽ, തമിഴ്നാടടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 50 കോടി മാറ്റിവെക്കുന്ന ഈ കേന്ദ്ര സർക്കാർ ഹിന്ദി ബെൽറ്റിൽ ദക്ഷിണേന്ത്യൻ ഭാഷകൾ പഠിപ്പിക്കണം, അത് പരിഗണിക്കണം എന്ന് പറയുന്നിടത്തേക്ക് ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നേയില്ല. അപ്പോൾ രാഷ്ട്രീയം വ്യക്തമാണ്. എന്ന് വെച്ചാൽ ഹിന്ദി പിൻവാതിലൂടെ നിർബന്ധിതമാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് തിരിച്ചറിയുന്നതുകൊണ്ടാണ് അക്കാലം തൊട്ട് ഇക്കാലം വരെയും തമിഴ്നാട് ഒരേ സ്റ്റാൻഡിൽ നിന്നിട്ട് എതിർത്തുകൊണ്ടേയിരിക്കുന്നത്. അതിപ്പോൾ അവിടുത്തെ DMK ADMKയോ അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിജയിൻ്റെ പാർട്ടിയോ ഒന്നുമില്ല. എല്ലാ പാർട്ടികളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അതായത് തമിഴ് BJP ഒഴികെ. തമിഴിനോടുള്ള സ്നേഹം ഈ പറയുന്ന ഗുജറാത്തിയും അല്ലെങ്കിൽ നേരത്തെ വായിച്ച സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലിട്ട ഒരുപാട് ഇല്ലാതായി പോയ ഭാഷകളെ പോലെ ആകാൻ ഞങ്ങളില്ല കേട്ടോ എന്ന് പറയുന്ന തമിഴൻ്റെ ഒരു ധീരോദാത്തമായ നിലപാടാണിത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്. അത് മാത്രമല്ല, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇപ്പോൾ ഒരു പ്രശ്നമാകുന്നത്, കൂടുതൽ രൂക്ഷമായ പ്രശ്നമാകുന്നതിനൊരു കാരണം, ഇത് തമിഴന് അല്ലെങ്കിൽ ദ്രാവിഡ പ്രസ്ഥാനത്തിന് ഒരു ഐഡിയോളജിക്കൽ ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ BJPക്ക്, ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് BJP-യാണ്, BJPക്കും ഒരു ഐഡിയോളജിക്കൽ ഇഷ്യൂ ആണ്. കാരണം വിചാരധാരയെ മുൻനിർത്തി തന്നെയായിരിക്കും ഈ വിഷയത്തെ സ്വാഭാവികമായും സംഘപരിവാർ സമീപിക്കുക, പ്രത്യേകിച്ച് BJP സമീപിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭാഷാ വിഘടനവാദമാണ്. അതുതന്നെയാണ് വിചാരധാര പറയുന്നത്. ഈ ദ്രാവിഡ പ്രസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ആ നിലയ്ക്കാണ് അവർ നോക്കിക്കാണുന്നത്. അപ്പോൾ അതിനെ ഏത് അർത്ഥത്തിലും, ഇപ്പോൾ ധാരാളം സംഘപരിവാർ ബുദ്ധിജീവികളൊക്കെ പല ചർച്ചകളിലും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ചർച്ചകളിലെല്ലാം അവരാവർത്തിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വിഘടനവാദം എന്നുള്ളത് യഥാർത്ഥത്തിൽ ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ വിഘടനവാദമാണ് എന്നാണ്. പക്ഷേ അങ്ങനെ എളുപ്പത്തിൽ തമിഴ്നാട് പിൻവാങ്ങില്ല. ഒരൊറ്റ കാര്യമാണ്, അതായത് ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഫലം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഫലം. അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്തെ ഏറ്റവും വലിയ പ്രാസംഗികനാണ്, ഒറേറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ പക്ഷേ ഈ മലയാളത്തിൽ വന്ന് അദ്ദേഹം ഗംഭീരമായിട്ട് പ്രസംഗം നടത്തിയാൽ ഇവിടുത്തെ ആളുകൾക്ക് മനസ്സിലാവില്ല. തമിഴ്നാട്ടിലെ വൈകാരികത കിട്ടില്ല, കാരണം ഹിന്ദി അറിയാത്തതുകൊണ്ട്. ഹിന്ദി എന്ന ഒറ്റ ഭാഷയെ എല്ലായിടത്തേക്കുമാക്കി വികസിപ്പിച്ചെടുത്താൽ ഹിന്ദി ബെൽറ്റിലെ രാഷ്ട്രീയക്കാർക്ക് ഈ രാജ്യമാകപ്പാടെ സുഖകരമായിട്ട് ഭരിക്കാം, അവരുടെ വൈകാരികത ചോദനകളെ ചൂഷണം ചെയ്ത് ഭരിക്കാം എന്നൊരു കാര്യം കൂടെ ഇതിനകത്തുണ്ട്. റൈറ്റ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ BJP ഈ കാര്യത്തിൽ ഒരു അബദ്ധം കാണിക്കുകയാണെന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം കേരളത്തെ ഈ കേരളം എന്ന് വിളിക്കുന്നത് പോലെ തമിഴിനെ അവൻ്റെ സ്വാഭിമാന പ്രസ്ഥാനത്തെ പരിഹസിച്ചുകൊണ്ട് അവിടെ എത്രത്തോളം വളരാൻ കഴിയും, നിലനിൽക്കാൻ കഴിയും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും 100 കൊല്ലം മുമ്പ് മദ്രാസ് പ്രസിഡൻസിയിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരിൽ 80% ബ്രാഹ്മണരായിരുന്നു. ബ്രാഹ്മണ ജനസംഖ്യ അന്ന് വെറും 3% താഴെയുമായിരുന്നു. ആനുപാതിക പ്രാതിനിധ്യം ആവശ്യപ്പെട്ട ബ്രാഹ്മണേതരരും ബ്രാഹ്മണരും തമ്മിലും പിന്നീട് മറമലൈ അടികളുടെ തനിത്തമിഴ് ഇയക്കത്തിലൂടെ സംസ്കൃതവും തമിഴും തമ്മിലുള്ള തർക്കമായും അത് വളർന്നു. 1937 അധികാരമേറ്റ C. രാജഗോപാലാചാരി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹിന്ദി നിർബന്ധ പാഠ്യ ഭാഷ ആക്കിയതോടെ തർക്കത്തിന് പ്രക്ഷോഭത്തിന്റെ സ്വഭാവം കൈവന്നു. ആര്യദ്രാവിഡ സംഘർഷത്തിന്റെ ബാക്കിയായി വ്യാഖ്യാനിക്കപ്പെട്ട തർക്കം സ്വയമര്യാദ ഇയക്കത്തിന്റെ തായ്വേരായി തമിഴന്റെ ആത്മാഭിമാനത്തെ ഉറപ്പിച്ചു. 1938-ലും 45-ലും 65-ലുമായി 100 കണക്കിന് തമിഴരാണ് തായ്മൊഴി തമിഴ് മൊഴിക്കായി ഉയർകൊടുത്തത്. നെല്ലിട വഴങ്ങാതെ നൂറ്റാണ്ട് കാലം പോരാട്ടം നടത്തിയവരാണ്. അതുകൊണ്ട് 2000 കോടിക്ക് മേലുള്ള കേന്ദ്രവിഹിതം തരില്ല എന്നൊന്ന് ഭീഷണിപ്പെടുത്തിയാൽ തമിഴൻ ഹിന്ദി പഠിച്ചോളും എന്ന് കരുതരുത്. തമിഴ് അഴിയാത്, തമിഴൻ അടങ്ങാത്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം അല്ലേ?